ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 8ാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് 1 അധ്യായം 3 തിങ്കളാഴ്ച നല്ല ദിവസം. വാക്ക്. യന്ത്രമനുഷ്യൻ കൈനീട്ടി പൂവിൽ നിന്ന് ഒരു ചിത്രശലഭത്തെ നുള്ളിയെടുത്തു. കരകര ശബ്ദത്തിൽ അവൻ ചോദിച്ചു, നീ ആര്? ചിറകടിച്ച് ശലഭം വിക്കി. ഞാൻ നിർദ്ദയമായി അവൻ പറഞ്ഞു. ഞാൻ നിന്നെ വിശദമായി ഒന്ന് പഠിക്കട്ടെ. അവയവങ്ങൾ ഓരോന്നായി മുറിച്ചെടുത്ത് അവൻ മുരണ്ടു. ചായം കോരിയൊഴിച്ച ചിറകുകൾ, വല്ലാത്ത മൃദുവായ ഒരുടൽ, വെറുതെ തിളങ്ങുന്ന 2 കണ്ണുകൾ, തേനൊട്ടുന്ന കുഴൽ ചുണ്ട്, പൊടിപുരണ്ട കാലുകൾ. ഛേ, എന്തൊരു വൃത്തികെട്ട ജീവി! ഞങ്ങളുടെ ലോകത്തിൽ നിനക്കെന്ത് കാര്യം? ഗ്രേസിയുടെ കുറുങ്കഥകൾ. ഗ്രേസി. ഈ കുറുങ്കഥ വായിക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ നമ്മുടെ ലോകം, നാം ജീവിക്കുന്ന സമൂഹം, ഇതൊക്കെ യന്ത്രങ്ങളുടെ നിയന്ത്രണത്തിലായി മാറുന്നതായിരിക്കും. നമുക്കറിയാം, സാങ്കേതിക വിദ്യ ഓരോ ദിവസവും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഒരു ദിവസത്തെക്കുറിച്ചാണ് ഇവിടെ ഗ്രേസി സൂചിപ്പിക്കുന്നത്. യന്ത്രമനുഷ്യന്മാരും അവരുടെ നിർമ്മിത ബുദ്ധിയും ഈ ലോകം കീഴടക്കുകയും മനുഷ്യൻ ഒന്നുമല്ലാതായി പോവുകയും ചെയ്യുന്ന ഒരു കാലം. മാനവികതയും മനുഷ്യത്വവുമില്ലാത്ത കാലം. മനുഷ്യന് മനുഷ്യത്വം എന്നൊരു ഗുണമുള്ളതുകൊണ്ടാണ് അവന് സഹജീവികളെയും പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളെയും അനുതാപത്തോടുകൂടി കരുണയോടുകൂടി കാണാൻ സാധിക്കുന്നത്. എന്നാൽ നിർമ്മിത ബുദ്ധിയോടുകൂടിയുള്ള യന്ത്രമനുഷ്യർക്ക്, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ കീഴടക്കിയ പുതിയ കാലത്തെ മനുഷ്യർക്ക് മനുഷ്യത്വം ഉണ്ടായിരിക്കണമെന്നില്ല. അവനോട് മാത്രമേ സ്നേഹമുള്ളൂ. അവന്റെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയോട് മാത്രമേ അവന് താല്പര്യമുള്ളൂ. മറ്റു ജീവജാലങ്ങളുടെ ജീവിതമോ അവർ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയോ അവന്റെ കണ്ണിൽ പെടുന്നില്ല. ഒരു യന്ത്രമനുഷ്യന് ചിത്രശലഭത്തെ കാണുമ്പോൾ എന്താണ് തോന്നുക? അതിനെ ശസ്ത്രക്രിയ ചെയ്ത് അതിന്റെ ഘടന എങ്ങനെയാണെന്ന് പഠിക്കണം എന്ന് മാത്രമേ തോന്നുകയുള്ളൂ. ആ ഒരു നിലവാരത്തിലേക്ക് ഒരിക്കൽ മനുഷ്യനും അധപ്പതിക്കുമെന്നും തനിക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളെ തനിക്ക് പഠിക്കാനുള്ള വസ്തുക്കളായി മാത്രം കാണുമെന്നും ഗ്രേസി കരുതുന്നു. അതാണ് ഈ കഥയിലൂടെ ഗ്രേസി മുന്നോട്ട് വയ്ക്കുന്ന ആശയം. തിങ്കളാഴ്ച നല്ല ദിവസം. ഈ അധ്യായം മലയാളത്തിലെ വിഖ്യാത ചലച്ചിത്രകാരനായ പി പത്മരാജന്റെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമയുടെ തിരക്കഥയാണ്. തിരക്കഥയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനായി ഇവിടെ വെച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം തിരക്കഥ എന്താണ് എന്ന് നോക്കാം. തിരക്കഥ എന്നാൽ ഒരു സിനിമയുടെ ബ്ലൂ പ്രിന്റ് ആണ്. ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കണമെന്നും ഏതെല്ലാം സീനുകൾ ഉൾപ്പെടുത്തണമെന്നും ഏതെല്ലാം പശ്ചാത്തലങ്ങളിൽ ചിത്രീകരിക്കണമെന്നും ഏതെല്ലാം സംഭാഷണങ്ങൾ ഉൾപ്പെടുത്തണമെന്നും എല്ലാം തീരുമാനിക്കുന്നത് ഒരു തിരക്കഥയ്ക്കുള്ളിലാണ്. തിരക്കഥ എന്നാൽ എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുന്ന സിനിമ എന്നാണ് അർത്ഥം. എഴുതി വെച്ചിരിക്കുന്ന ഈ കഥയെ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് പൂർത്തിയാക്കി എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ മുൻപിൽ ഒരു സിനിമയായി അവതരിപ്പിക്കുന്നത്. നമുക്ക് ആദ്യം ഈ സിനിമയുടെ കഥ എന്താണ് എന്നൊന്ന് നോക്കാം. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്ന് ആദ്യമായി നോക്കാം. ജാനകി അമ്മ എന്ന 60 വയസ്സോളം പ്രായമുള്ള ഒരു അമ്മയുണ്ട്. അമ്മയ്ക്ക് 2 മക്കളാണുള്ളത്, ഗോപൻ, നാരായണൻകുട്ടി എന്നിങ്ങനെ. ഇവരെ കൂടാതെ അമ്മയ്ക്ക് ഒരു മകൾ കൂടി ഉണ്ടായിരുന്നു, മാലതി എന്നാണ് പേര്. അവർ നേരത്തെ മരിച്ചുപോയതായി കഥയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ മകൾക്ക് ഒരു മകനുണ്ട്, മകന്റെ പേരാണ് വേണു. അപ്പോൾ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ജാനകിയമ്മ, ജാനകിയമ്മയുടെ മൂത്ത മകനായ നാരായണൻകുട്ടി, രണ്ടാമത്തെ മകനായ ഗോപൻ, മരിച്ചുപോയ മാലതി, മാലതിയുടെ മകൻ വേണു. ഗോപന്റെ ഭാര്യയാണ് ബിന്ദു, അതുപോലെ നാരായണൻകുട്ടിയുടെ ഭാര്യയാണ് അംബിക. ഗോപനും ഗോപന്റെ ഭാര്യ ബിന്ദുവും ഗൾഫിൽ ജോലി ചെയ്ത് വരികയാണ്. അവർക്ക് 2 കുഞ്ഞുങ്ങളുമുണ്ട്. അതുപോലെ മൂത്ത മകനായ നാരായണൻകുട്ടിയും അദ്ദേഹത്തിന്റെ ഭാര്യ അംബികയും, അവർ 2 പേരും കേന്ദ്ര സർക്കാർ ജീവനക്കാരാണ്. അവർ ഒരു മകളോടുകൂടി ബോംബെയിൽ താമസിക്കുന്നു. അപ്പോൾ ഈ മക്കൾ അമ്മയുടെ 60ാം പിറന്നാൾ ആഘോഷിക്കുന്നതിനായി വീട്ടിലേക്ക് വരികയാണ്. അഥവാ അവരതിനാണ് വീട്ടിലേക്ക് വരുന്നത് എന്ന് അമ്മ കരുതിയിരിക്കുകയാണ്. ശരിക്കും രണ്ടാമത്തെ മകനായ ഗോപന് ബാംഗ്ലൂരിൽ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ പ്ലാനുണ്ട്. അതിനുവേണ്ടി അയാൾ കുറച്ച് പൈസ അവിടെ അഡ്വാൻസ് കൊടുത്തിട്ടുമുണ്ട്. ബാക്കി തുക കണ്ടെത്താനായി അമ്മ താമസിക്കുന്ന കുടുംബ വീടും വസ്തുവും, അത് 2ഉം ഗോപന്റെ ഷെയറാണ്. അത് 2ഉം വിറ്റ് പൈസ കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഗോപനും ഭാര്യയും നാട്ടിലേക്ക് വരുന്നത്. ഈ വിവരം നേരത്തെ തന്നെ നാരായണൻകുട്ടിയെ അറിയിക്കുന്നുണ്ട്. നാരായണൻകുട്ടിക്കും ഭാര്യയ്ക്കും ഇതിനെക്കുറിച്ച് ചെറിയ അറിവൊക്കെ ഉണ്ടെങ്കിലും അവർ അമ്മയോട് ഇക്കാര്യം പറയുന്നില്ല.
കാരണം ജാനകി അമ്മ എന്ന അമ്മയ്ക്ക് അവർ ജീവിച്ചു വരുന്ന ആ വീടിനോടും പരിസരത്തോടും അത്രമാത്രം അടുപ്പവും സ്നേഹവും ഉണ്ട്. അവർക്ക് അവിടെ തന്നെ കിടന്ന് മരിക്കണമെന്നാണ് ആഗ്രഹം. ജാനകി അമ്മയുടെ ഭർത്താവ് മരിച്ചതും ആ വീട്ടിൽ വെച്ചാണ്. അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നതും ആ പറമ്പിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ കിടന്ന് മരിക്കണമെന്നും, മരിക്കുമ്പോൾ അദ്ദേഹം മരിച്ച് വളർന്നു വന്ന ആ മാവ്, അദ്ദേഹത്തിന്റെ കുഴിമാടത്തിൽ നട്ടിരിക്കുന്ന മാവിൽ നിന്ന് ചില്ല മുറിച്ച് തന്നെ അടക്കം ചെയ്യണമെന്നുമാണ് ജാനകി അമ്മയുടെ ആഗ്രഹം. അങ്ങനെ ഇരിക്കെയാണ് മക്കൾ ഈ വീട് വിൽക്കാനൊക്കെയുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. പക്ഷേ ഈ വിവരം ജാനകി അമ്മയൊട്ട് അറിഞ്ഞിട്ടുമില്ല. വീട്ടിലേക്ക് മക്കളും കൊച്ചുമക്കളും വരുമ്പോൾ അമ്മ ഒരുപാട് സന്തോഷിക്കുന്നു. തന്റെ പിറന്നാൾ ആഘോഷിക്കാനാണ് അവർ വരുന്നത് എന്ന് അവർ കരുതുന്നു. പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ മക്കളുടെ ഉദ്ദേശം അമ്മ തിരിച്ചറിയുന്നു. രണ്ടാമത്തെ മകനായ ഗോപനും ഗോപന്റെ ഭാര്യ ബിന്ദുവും അമ്മയെ വൃദ്ധസദനത്തിലാക്കാം എന്നുള്ള തീരുമാനത്തിലാണ് നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. കാരണം അമ്മ രണ്ടു മക്കളുടെയും കൂടെ പോയി നിൽക്കാൻ തയ്യാറല്ല. അങ്ങനെയുള്ളപ്പോൾ അമ്മയ്ക്ക് സുരക്ഷിതമായ ഒരു താവളം ഒരുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് എന്ന് കഥയിൽ പറയുന്നുണ്ട്. ഈ വിവരമെല്ലാം അമ്മ അറിയുന്നു. മൂത്ത മകനായ നാരായണൻകുട്ടിക്കും അംബികയ്ക്കും ഈ തീരുമാനങ്ങളോടൊന്നും യോജിപ്പില്ല എങ്കിലും അവരുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ലാത്തതിനാൽ അവർക്കതിൽ ഇടപെടാൻ സാധിക്കുന്നുമില്ല. അവർ അമ്മയെ കൂടെ കൊണ്ടുപോകാനും പരിപാലിക്കാനുമൊക്കെ തയ്യാറാണെങ്കിലും അവരോടൊപ്പം പോവാൻ അമ്മയും തയ്യാറല്ല. ഒടുവിൽ അമ്മയെ വൃദ്ധസദനത്തിലാക്കാം എന്നുള്ള തീരുമാനത്തിൽ എല്ലാവരും എത്തിച്ചേരുന്നു. വീട് വാങ്ങാനായി ഒരാൾ വരുന്നുമുണ്ട്. ഒടുവിൽ അമ്മ വൃദ്ധസദനത്തിലേക്ക് യാത്രയാകുന്നു. പോകാൻ സമയം ഓരോരുത്തരെയും അടുത്തേക്ക് വിളിച്ച് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചാണ് പോകുന്നത്. തനിക്കിനി ആരെയും കാണണ്ടെന്നും തന്നെ അന്വേഷിച്ച് അങ്ങോട്ടാരും വരരുത് എന്നും പറഞ്ഞിട്ടാണ് ജാനകി അമ്മ വൃദ്ധസദനത്തിലേക്ക് യാത്രയാകുന്നത്. അമ്മ പോയി കഴിയുമ്പോൾ മക്കൾക്ക് അമ്മയെ വൃദ്ധസദനത്തിലാക്കിയല്ലോ എന്നുള്ള പശ്ചാത്താപം ഉണ്ടാകുന്നുണ്ട്. രാത്രി അവർ അതിനെക്കുറിച്ച് പറഞ്ഞ് കലഹിക്കുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ കൊച്ചുമക്കൾ അമ്മയുടെ ഫോൺ കോളും കാത്തിരിക്കുന്ന സമയത്ത് അവർക്കൊരു ഫോൺ വരുന്നു. ആ ഫോണിലൂടെ അവർ അറിയുകയാണ് അമ്മ തലേ ദിവസം ഹൃദയാഘാതം വന്ന് മരിച്ചുപോയി എന്നുള്ളത്. അതോടുകൂടി ഗോപൻ കനത്ത കുറ്റബോധത്തിലേക്ക് വഴുതി വീഴുകയാണ്. മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് നാരായണൻകുട്ടിയും അംബികയും മകളുമൊക്കെ തിരിച്ച് ബോംബെയിലേക്ക് പോകുമ്പോൾ അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമുക്കിടയിൽ പാലമായി ഉണ്ടായിരുന്ന അമ്മ മരിച്ചുപോയിരിക്കുകയാണ്, ഇനി നമ്മൾ പരസ്പരം തുണയായി നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നാരായണൻകുട്ടിയുടെ ജോലി സ്ഥലത്തേക്ക് യാത്രയാകുന്നു. ഗോപൻ ആ വീട്ടിൽ കുറ്റബോധത്തോടു കൂടി ജീവിക്കുന്നു. താൻ കാരണമാണല്ലോ അമ്മ മരണപ്പെട്ടത് എന്നുള്ള കുറ്റബോധം അയാളെ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് തള്ളിവിടുന്നു. ഒടുവിൽ ആ സംഘർഷം സഹിക്കാതെ വരുമ്പോൾ അയാൾ ഇനി ഗൾഫിലേക്ക് മടങ്ങുന്നില്ല എന്നും അമ്മ ജീവിച്ചു മരിച്ച ആ വീട്ടിൽ തന്നെ ശിഷ്ടകാലം ജീവിക്കാമെന്നും തൻ്റെ മക്കളെ അവിടെ വളർത്താമെന്നും തീരുമാനിക്കുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. നമുക്കിനി പാഠഭാഗത്തിന്റെ വിശകലനത്തിലേക്ക് കടക്കാം. മായാത്ത കഥകളിലെ നക്ഷത്ര കണ്ണുകൾ, പാൽ പുഞ്ചിരികൾ, അകന്നുപോകുന്ന താരാട്ടീണങ്ങൾ. ഈ വരികൾ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കൂ. കുഞ്ഞുനാളിൽ എല്ലാവർക്കും കഥകൾ പറഞ്ഞു തരുന്നത് അമ്മയാണ്. നമ്മെ പുഞ്ചിരിക്കാൻ പ്രേരിപ്പിക്കുന്നത് അമ്മയാണ്. എന്നാൽ വളർന്നു കഴിയുമ്പോൾ ഓരോരുത്തരും അവരുടെ ജീവിതങ്ങളിലേക്ക് തിരിയുമ്പോൾ അമ്മയുടെ താരാട്ടും അമ്മയുടെ സ്നേഹവും അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ ബോധപൂർവം തന്നെ ദൂരേക്ക് മാറ്റി നിർത്തുന്നു എന്നാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. തിങ്കളാഴ്ച നല്ല ദിവസം. സീൻ 31. പകൽ. പറമ്പിൽ ആടിനെ അഴിച്ച് മേലേക്ക് വരുന്ന അമ്മ, ഒപ്പം അംബികയും ബിന്ദുവും ഋതുവുമുണ്ട്. അപ്പോൾ പകൽ സമയത്തെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ സീനിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കൂ. അംബികയുണ്ട്, ബിന്ദുവുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഋതുവും ഉണ്ട്. ബിന്ദു: അമ്മയുടെ ഇവിടുത്തെ ഈ ഒറ്റയ്ക്ക് കിടന്നുള്ള അലച്ചിലും ബുദ്ധിമുട്ടുമൊക്കെ ഒന്ന് അവസാനിക്കാൻ പോവാ. അമ്മ: എനിക്കെന്തോ അലച്ചില്. ബിന്ദു: അത് കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കല്ലേ അറിയാൻ പറ്റൂ. പതുക്കെ: അതിനുള്ള ഹെൽത്ത് ഉണ്ടെങ്കിലും സാരമില്ലായിരുന്നു. ആടിനെ കെട്ടി പശുവിൻ്റെ അരികിലെത്തി അതിന് വെള്ളം കൊടുക്കുന്ന അമ്മ. മെല്ലെ അംബിക: ബിന്ദുവിനേക്കാൾ ഹെൽത്തിയാ അമ്മ. അത് കേൾക്കാത്തതുപോലെ. ബിന്ദു: കുഴപ്പമുണ്ടോന്നുള്ളതല്ല, അമ്മയ്ക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. പാതി അംബികയോടായി. അമ്മയുടെ പ്രായത്തിലൊക്കെ പുറത്തുള്ളവർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നല്ല കംഫർട്ടബിളായിട്ട് എല്ലാ പണിയും ഒതുക്കി അതിനുള്ള സ്ഥലങ്ങളുണ്ട്. പറ്റിയ ഒരു സെന്റർ നോക്കി അങ്ങോട്ട് മാറും. മെന്റലായിട്ടും ഫിസിക്കലായിട്ടും ഒരേ പ്രായത്തിലുള്ളവരുടെ കമ്പനിയും കൂടെ ആകുമ്പോൾ കാണണം ചിലരെയൊക്കെ. എന്ത് ഹാപ്പിയാണെന്നറിയാവോ. അങ്ങനെ ഒരു സ്ഥലം അമ്മയെ കൊണ്ടു ചെന്ന് കാണിക്കാൻ പോവാ. അപ്പോൾ ഗോപന്റെ ഭാര്യയാണ് ബിന്ദു. അവരുടെ തീരുമാനം അവൾ പറയുകയാണ്. പ്രത്യക്ഷമായിട്ട് പറയാതെ ഒരു മയത്തിൽ അമ്മയെ അനുനയിപ്പിക്കുന്ന തരത്തിലേക്കാണ് അവളുടെ സംഭാഷണം നീണ്ടു പോകുന്നത്. എങ്ങനെയാണ്?
അമ്മയ്ക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, അമ്മയ്ക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന, ഒരു പണിയും ചെയ്യാതെ തന്നെ എപ്പോഴും സുഖിച്ചിരിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്നുള്ള വാഗ്ദാനമാണ് ഇവിടെ ബിന്ദു മുന്നോട്ട് വെക്കുന്നത്. ഇത് കേട്ടിട്ട് അമ്മ സ്വമേധയാ വൃദ്ധസദനത്തിലേക്ക് പോകാൻ തയ്യാറാകണം എന്നുള്ളതാണ് ബിന്ദുവിൻ്റെ ഉദ്ദേശം. ബാക്കി നോക്കാം. അമ്മ: എന്നിട്ട്? ബിന്ദു: എന്നിട്ടൊന്നുമില്ല, അവിടെ ഒരു പണിയുമില്ല, വെറുതെ ഇരിക്കുക. അമ്മ: വെറുതെ ഇരുന്നിട്ട്? ബിന്ദു: വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് ഇരിക്കുകയല്ല. TV കാണാം, വീഡിയോ കാണാം, പ്രെയർ ഉണ്ട്, എക്സസൈസ് ഉണ്ട്, സകല ഡെയിലീസും പീരിയോഡിക്കൽസും കിട്ടും, ദിവസവും ഡോക്ടർ വരും, നോക്കും. എത്ര ദൂരെയുള്ള ബന്ധുക്കളായാലും എപ്പോഴും അവരുമായിട്ട് ടച്ചിലിരിക്കാം. വേണേൽ ആരുടെയെങ്കിലും കൂടെ പോയി നിൽക്കണമെന്ന് തോന്നിയാൽ അങ്ങനെയും ചെയ്യാം. വീട് പോലെ തന്നെ, പക്ഷെ കുറെ കൂടി കംഫർട്ടബിൾ ആയ ഒരു വീട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ബിന്ദു അമ്മയെ അനുനയിപ്പിക്കുന്നതെന്ന് നോക്കൂ. ഇനി പോകാൻ പോകുന്ന സ്ഥലത്ത് ഈ വീട്ടിൽ ചെയ്യുന്ന ഒരു ജോലികളും ചെയ്യാനില്ല. അവിടെ പോയി വെറുതെ അങ്ങ് ഇരുന്നാൽ മതി. സമയാസമയം കഴിക്കാനുള്ള ആഹാരം കിട്ടും, ആരോഗ്യ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഡോക്ടർമാരുണ്ട്, പിന്നെ സമപ്രായത്തിലുള്ള ആൾക്കാരുണ്ട്, പിന്നെ എപ്പോഴും TV കാണാം, അതുപോലെ ഡെയിലീസ് പത്രങ്ങൾ വായിക്കാം, പിന്നെ പീരിയോഡിക്കൽസ് മാസികകൾ വായിക്കാം, സിനിമ കാണാം. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് അമ്മയെ അവർ പ്രലോഭിപ്പിക്കുന്നത്. നിങ്ങൾ ഈ കഥ വായിക്കുമ്പോൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് 10-30 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥയാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് ഇന്ന് നാം ഉപയോഗിക്കുന്ന തരത്തിലുള്ള മൊബൈൽ ഫോണുകളോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല. അന്നത്തെ ആൾക്കാരുടെ ആകെയുള്ള വിനോദമാർഗം എന്ന് പറയുന്നത് വല്ലപ്പോഴും TV-യിൽ വരുന്ന സിനിമയും പിന്നെ വീഡിയോ ഇട്ട് കാണുന്ന, കാസറ്റ് ഇട്ട് കാണുന്ന സിനിമയും ഒക്കെയാണ് അവരുടെ വിനോദമാർഗം. ഇന്ന് നമുക്ക് കിട്ടുന്നത് പോലെ ഒരുപാട് പത്രവും മാസികകളും ഒന്നും അന്ന് കിട്ടുകയുമില്ല. ഒരു പരിസരത്തുള്ള മാസിക തന്നെ ആൾക്കാർ മാറി മാറി പരസ്പരം കൈമാറി വായിക്കുന്ന ഒരു രീതിയാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ ബിന്ദു അമ്മയെ പ്രലോഭിപ്പിക്കുകയാണ്. അവിടെ ഇതിനൊന്നും യാതൊരു പഞ്ഞവുമില്ല. അവിടെ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം എല്ലാ ദിവസവും വായിക്കാൻ കിട്ടും, എല്ലാ ദിവസവും കാസറ്റ് ഇട്ട് സിനിമ കാണാൻ സാധിക്കും, TV കാണാൻ സാധിക്കും. ഇനി പ്രാർത്ഥിക്കണമെന്ന് തോന്നിയാൽ പോലും അതിനവിടെ കൃത്യമായ സമയമുണ്ട്. ഒരു ജോലിയുമില്ല. പിന്നെ ബന്ധുക്കളെയൊക്കെ വിളിക്കാനായിട്ട് ഫോണുണ്ട് അവിടെ. ടെലിഫോണാണ് കേട്ടോ, ടെലിഫോണുണ്ട് അവിടെ. അവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടെയൊക്കെ പോയി നിൽക്കാനും പറ്റും. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് അമ്മയെ കൊതിപ്പിക്കുകയാണ്. ബാക്കി നോക്കാം. അമ്മയുടെ മുഖത്ത് ക്രമേണ ശ്രദ്ധയേറുന്നുണ്ട്. ബിന്ദു: അമ്മ അത്തരം സ്ഥലത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? അമ്മ: സ്വർഗലോകം എന്ന് കേട്ടിട്ടുണ്ട്. അവിടെയും ഇതുപോലെ ആർക്കും പ്രത്യേകിച്ചൊരു പണിയുമില്ല. അവിടെ പിന്നെ ആടാം പാടാം, അങ്ങനെയും കൂടിയൊക്കെ ഉണ്ട്. അപ്പൊ ബിന്ദുവിന്റെ വർത്തമാനം കേട്ടിട്ട് അമ്മ പരിഹാസ രൂപത്തിൽ പറയുകയാണ്, ഇതുപോലുള്ളൊരു സ്ഥലം എനിക്കറിയാം. ഏതാണ് ആ സ്ഥലം? അത് സ്വർഗലോകമാണ്. പുരാണങ്ങളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള സ്വർഗലോകമാണ്. അവിടെയും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എപ്പോഴും സന്തോഷവും കളിചിരികളും ഒക്കെയാണ്. പിന്നെ അവിടെ ആടാനും പാടാനും കൂടിയുള്ള സൗകര്യം കൂടി അവിടെ കിട്ടും എന്ന അമ്മ ബിന്ദുവിനെ പരിഹസിക്കുകയാണ്. അംബിക ചിരിച്ചു. ബിന്ദു: അയ്യോ അമ്മേ, ഇത് സ്വർഗലോകമല്ല, ഇതിന്റെ പേര് ശരണാലയം. അപ്പോൾ ഇത് സ്വർഗലോകമൊന്നുമല്ല, ഇതിന്റെ പേര് ശരണാലയം. ആ പേര് കേട്ടാൽ തന്നെ അറിയാമല്ലേ, ഒരു അഭയവുമില്ലാത്ത, നോക്കാൻ ആരുമില്ലാത്ത ആൾക്കാരെ പാർപ്പിക്കുന്ന ഒരിടമാണ് അവിടമെന്നും അതിന് നൽകിയിരിക്കുന്ന പേര് അഗതികളായ മനുഷ്യർക്ക് ശരണം കൊടുക്കുന്ന സ്ഥലമാണ് അവിടമെന്നും നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള അനാഥാലയത്തിന് സമാനമായ ഒരിടത്തേക്ക് അമ്മയെ കൊണ്ടുചെന്ന് ആക്കാൻ വേണ്ടിയാണ് ബിന്ദു ഈ പ്രലോഭനങ്ങളെല്ലാം നടത്തുന്നതെന്ന് ഓർക്കുക. സീൻ 32. പകൽ. വീട് പുറത്ത്. വീട് പുറത്ത് എന്ന് പറഞ്ഞാൽ വീടിന്റെ പുറത്തു നിന്നുള്ള സീനാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഉമ്മറത്തോ മറ്റോ അമ്മയും മകനും. അമ്മ നാരായണൻകുട്ടിയെ നോക്കി. അമ്മ: നാരായണൻകുട്ടി, ഇത് വല്ലതും കേട്ടായിരുന്നോ? നാരായണൻകുട്ടി: ആ. അമ്മ: ഇവിടെ വിൽക്കുന്നതിനെ കുറിച്ചൊക്കെയാ ഇവൻ പറയുന്നത്. നാരായണൻകുട്ടിയുടെ മൗനം ഗോപനെ ലേശം ശുണ്ഠി പിടിപ്പിച്ചു. ഗോപൻ: ഞാൻ ചേട്ടനുമായിട്ട് ഇതെല്ലാം ആലോചിച്ചതാ. അമ്മ: ആണോടാ? നാരായണൻകുട്ടി: ആ, ഏതാണ്ടെല്ലാം പറഞ്ഞു. അമ്മ: അപ്പൊ നീയും കൂടി അറിഞ്ഞോണ്ടാണോ എന്നോട് ഒളിച്ചു വെച്ചത് ഇത്രയും നാളും? അവരുടെ സ്വരത്തിൽ പെട്ടെന്നൊരു വിതുമ്പൽ വന്നു. ഉടൻ തന്നെ അവരത് നിയന്ത്രിച്ചു. പിറകിൽ അംബിക കടന്നു വന്ന് നിന്നു. അപ്പോൾ അമ്മയ്ക്ക് നാരായണൻകുട്ടി എന്ന് പറയുന്ന മൂത്ത മകനെ വളരെ വിശ്വാസമായിരുന്നു. തൻ്റെ ജീവിതക്രമത്തെക്കുറിച്ചും തൻ്റെ ജീവിത രീതിയെക്കുറിച്ചും താല്പര്യങ്ങളെക്കുറിച്ചും ഒക്കെ അറിയുന്ന ആളാണ് നാരായണൻകുട്ടി എന്നാണ് അമ്മ കരുതിയിരിക്കുന്നത്. അമ്മ അച്ഛനോടൊന്നിച്ച് ആ വീട്ടിൽ ജീവിച്ചു തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തിനോട് അമ്മയ്ക്ക് എന്തുമാത്രം അടുപ്പവും മാനസികമായ സ്നേഹവും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നാരായണൻകുട്ടിക്ക് തീർച്ചയായിട്ടും അറിയാം. അത് അറിഞ്ഞിരുന്നിട്ടും ഗോപന്റെ ഈ താല്പര്യത്തിന്, ഈ വീട് വിൽക്കാനുള്ള ആഗ്രഹത്തിന്
മകൻ കൂട്ടുനിന്നല്ലോ എന്നുള്ള സങ്കടമാണ് ഇവിടെ അമ്മയുടെ വാക്കുകളിൽ കാണാൻ സാധിക്കുന്നത്. നാരായണൻകുട്ടി: ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങിക്കാൻ മണി കുറെ കാശ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി കാശ് വേണം. അതിന് ഈ വീട് കൊടുത്താലോ എന്നവൻ എന്നോട് ചോദിച്ചു. അവന്റെ ഷെയറില്ല വീട്. എനിക്കത് തലയിടാൻ ഒക്കുകയില്ല. അപ്പോ ആ വീട് ആരുടെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത്? ഗോപന്റെ പേരിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ അവകാശം ഗോപനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാരായണൻകുട്ടിക്ക് പ്രത്യേകിച്ച് അതിൽ അഭിപ്രായമൊന്നും പറയാൻ സാധിക്കില്ല. പറഞ്ഞാൽ എന്തു പറ്റും? അവർ തമ്മിൽ കലഹമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് നാരായണൻകുട്ടി അതിലൊന്നും ഇടപെടുന്നില്ല എന്നാണ് പറയുന്നത്. ഇത് കേട്ടിട്ട് ഗോപനും ലേശം ചൂട് കയറി, ദേഷ്യം വന്നു. ഗോപൻ: അങ്ങനെയങ്ങ് പറഞ്ഞാൽ അത് മുഴുവൻ ശരിയാവുകയില്ല. അമ്മ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. ഒന്നുകിൽ നമ്മുടെ ആരുടെയെങ്കിലും കൂടെ വന്ന് നിൽക്കണം. അതെത്ര പറഞ്ഞാലും കേൾക്കുകയില്ല. അതുകൊണ്ട് കുറെ കൂടി നോക്കാനും കാണാനും ഒക്കെ ആളും സൗകര്യവുമുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നു. ഇതൊക്കെ ആലോചനയുടെ സ്റ്റേജിലിരിക്കുന്ന കാര്യങ്ങളാ. എല്ലാവരും കൂടെ ഒന്നിരുന്ന് ഡിസ്കസ് ചെയ്താൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തീരുമാനിക്കാവുന്ന കാര്യങ്ങളാ. ചേട്ടനെ ഉദ്ദേശിച്ച്. അതിനാരും തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഗോപന്റെ ആവശ്യം എന്തായാലും വീട് വിൽക്കുക എന്നുള്ളതാണ്. അമ്മയ്ക്ക് 2 മാർഗങ്ങളാണ് മുന്നിലുള്ളത്. ഒന്നുകിൽ മക്കളുടെ കൂടെ പോയി നിൽക്കാം, അല്ല എന്നുണ്ടെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് താമസം മാറാം. അമ്മയ്ക്ക് 2 മക്കളുടെ കൂടെയും പോയി നിൽക്കാൻ താല്പര്യമില്ലാത്തതിനുള്ള കാരണം അവർക്ക് താൻ ജീവിച്ചു വരുന്ന ആ വീടിനോടും പരിസരത്തോടും അത്രമാത്രം അടുപ്പമുള്ളത് കൊണ്ടാണ്. അവിടെ നിന്ന് മാറി നിൽക്കുന്ന കാര്യം സങ്കല്പിക്കാൻ പോലും കഴിയാത്തത് കൊണ്ടാണ് 2 മക്കളുടെയും കൂടെ പോയി താമസിക്കാൻ അമ്മ തയ്യാറാകാത്തത്. ഈ വിവരങ്ങളൊക്കെ മക്കൾക്കും അറിയാം. എന്നിട്ടാണ് അവർ അമ്മയെ അറിയിക്കാതെ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇനി അമ്മ കൂടെ പോയി നിന്നാലും ഇല്ലെങ്കിലും വീട് വിറ്റേ തീരൂ എന്ന് വിചാരിക്കുന്ന ഗോപൻ അമ്മയെ ശരണാലയത്തിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ അതിൽ എന്തെങ്കിലും നീക്കുപോക്ക് വരുത്താമെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. പക്ഷേ നാരായണൻകുട്ടിക്ക് ഈ ഒരു കാര്യത്തിൽ യാതൊരു താല്പര്യവുമില്ല. അയാൾ അമ്മയെ നോക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിലും അമ്മ കൂടെ പോവില്ല. അമ്മയുടെ ആഗ്രഹം ആ വീട്ടിൽ തന്നെ കിടന്ന് മരിക്കുക എന്നുള്ളതാണ്. അതൊട്ട് നടപ്പിലാക്കി കൊടുക്കാൻ അയാൾക്ക് സാധിക്കുകയുമില്ല. കാരണം വീട് ഗോപന്റെ ഷെയറാണ്. അംബിക പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട്: വീടും പറമ്പും ഗോപന്റെ ഷെയറാ. അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്തോണം. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലല്ലോ. അപ്പോൾ നാരായണൻകുട്ടിയുടെ ഭാര്യ അംബികയ്ക്ക് ഇതിൽ വളരെയധികം പ്രതിഷേധമുണ്ട്. അവൾ പറയുന്നുണ്ട്, വീടും പറമ്പും എന്തായാലും ഗോപന്റെയാണ്. ഗോപൻ അത് വിൽക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ അമ്മ ആരുടെയും പ്രത്യേക ഷെയർ അല്ലാത്തത് കൊണ്ട് അമ്മയുടെ കാര്യം ഗോപനങ്ങ് ഒറ്റയ്ക്ക് തീരുമാനിക്കണ്ട എന്നാണ് അംബികയുടെ അഭിപ്രായം. ഈ സിനിമയിൽ തന്നെ അംബിക പറയുന്നുണ്ട്, മകൾ ജീവിച്ചിരുന്നെങ്കിൽ എങ്ങനെ നോക്കുമായിരുന്നോ അതുപോലെ ഞാൻ നോക്കാമായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ വരാൻ അമ്മ തയ്യാറാകുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഇതിൽ ഈ മക്കളെക്കാളും അമ്മയോട് സ്നേഹവും വിധേയത്വവും അനുതാപവും ഒക്കെയുള്ള ആളാണ് അംബിക എന്നുള്ള മരുമകൾ എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. ബാക്കി നോക്കാം. സീൻ 60. രാവിലെ തിങ്കളാഴ്ച. അമ്മ ആ വീടിന്റെ പടിയിറങ്ങി. അമ്മയുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു തുണിസഞ്ചി പോലും. എല്ലാവരുമുണ്ട്, 2 മക്കളും അവരുടെ കുടുംബവും, വേണുവും അശോകനും അമ്മിണിയും. മുറ്റത്ത് ഒരു ടൂറിസ്റ്റ് അംബാസഡർ കിടപ്പുണ്ട്. ഡ്രൈവർ കാത്തു നിൽക്കുന്നു. പിൻസീറ്റിൽ അമ്മയ്ക്ക് തലയണയും കുഷനും ഒക്കെയുണ്ട്. അമ്മ കരയുന്നില്ല. ഒരുതരം പ്രത്യേക പ്രസന്നത മുഖത്ത് മനഃപൂർവ്വം കയറ്റി നിർത്തിയതുപോലെ. കാറിനടുത്തെത്തി അമ്മ നിന്നു. അപ്പോൾ അമ്മ പോകുന്നതിന് മുൻപ് പറയുന്നുണ്ട്, ഈ വീട്ടിൽ നിന്ന് ഞാൻ ഒരു വസ്തുക്കളും കൊണ്ടുപോകുന്നില്ല എന്ന്. അതിനു കാരണം അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആ വീട് തന്നെയായിരുന്നു. അതിനെ തന്നെ ഉപേക്ഷിച്ച് പോകുമ്പോൾ പിന്നെ ആ വീട്ടിൽ നിന്ന് എന്ത് സാധനം എടുത്തുകൊണ്ട് പോയാലും അതൊക്കെ അമ്മയ്ക്ക് ഭാരം തന്നെയാണ്, വേദനകൾ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് അമ്മ ആ വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നും ഉടുത്തിരിക്കുന്ന തുണിയോടുകൂടിയാണ് അമ്മ ഈ വൃദ്ധസദനത്തിലേക്ക് പോകുന്നത് എന്നും നേരത്തെ തന്നെ ഇതിനു മുൻപുള്ള സീനിൽ പറയുന്നുണ്ട്. ഈ തിരക്കഥയുടെ വ്യക്തതയ്ക്ക് വേണ്ടിയും പാഠഭാഗം കൂടുതൽ നന്നായി മനസ്സിലാകുന്നതിന് വേണ്ടിയും സിനിമ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അമ്മ പറയുന്നു, എനിക്കിവിടെ നിന്നും ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ കൈകളോടുകൂടി അമ്മ പോകുന്നു. അമ്മയ്ക്ക് പോകുന്നതിന് വേണ്ടി വണ്ടി വന്ന് വീടിന്റെ മുന്നിൽ കാത്ത് നിൽക്കുന്നുണ്ട്. അമ്മ എന്നാ എല്ലാരോടും ആരും ഒന്നും മിണ്ടിയില്ല. കുനിഞ്ഞ് കുട്ടിയെ വാരി പിടിച്ച് കവളിൽ ആഴമുള്ള ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് വിതുമ്പലൊതുക്കാൻ ബന്ധപ്പെട്ടു. അമ്മയ്ക്കുള്ളിൽ സങ്കടമുണ്ട്. പക്ഷേ മക്കളുടെ ക്രൂരമായ ഈ തീരുമാനത്തിന് മുൻപിൽ തോറ്റുകളയാൻ അമ്മ തയ്യാറല്ല. വളരെ ശക്തയായ ഒരു കഥാപാത്രമാണ് ജാനകി അമ്മ എന്ന് പറയുന്നത്. മക്കളെല്ലാം ദൂരെ ദൂരെ സ്ഥലങ്ങളിലായിട്ടും ഒറ്റപ്പെട്ട് വീട്ടിൽ ജീവിക്കേണ്ടി വന്നിട്ടും ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി, മരിച്ചുപോയ മകളുടെ മകനെയും നോക്കി, അതോടൊപ്പം തന്നെ തൻ്റെ അകന്ന ബന്ധുവായ ഒരു പെൺകുട്ടിയെ കൂടി നോക്കിക്കൊണ്ടാണ് അമ്മ ജീവിക്കുന്നത്. അപ്പോൾ വളരെ സ്വയം പര്യാപ്തമായ ഒരു ജീവിതം ജീവിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീക്ക് തോറ്റുകൊടുക്കാനുള്ള ശേഷിയില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അമ്മ: പോട്ടെ മക്കളെ. ഋതു:
അമ്മുമ്മ അവിടെ നിന്ന് ഫോൺ ചെയ്യണം. അമ്മ: ചെയ്യാം. ഋതു: ഇന്ന് വിളിക്കണം ശാഠ്യത്തോടെ. അമ്മ: ഇന്നിപ്പോ എന്താ വിളിക്കാൻ? നാളെ വിളിക്കാം. ഋതു: എപ്പോ? അമ്മ: നാളെ രാവിലെ. ഋതു: നാളെ രാവിലെ എത്ര മണിക്ക്? അമ്മ: മോള് പലഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അമ്മുമ്മ വിളിക്കാം. കുട്ടി തലയാട്ടി. അംബികയുടെ കണ്ണുകളിൽ നനവ് വീണു. മറ്റാരും കാണാതെ അവളത് മാനേജ് ചെയ്തു. നാരായണൻകുട്ടി വന്ന് ഡോർ തുറന്നു പിടിച്ച് നിന്നു. അമ്മ കുട്ടിയെ വിട്ട് ഒരു സ്റ്റെപ്പ് കാറിനരികിലേക്ക് വെച്ചു. എല്ലാവരോടുമായി. അപ്പോൾ അമ്മ കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷം യാത്ര പറയാൻ തയ്യാറായി നിൽക്കുകയാണ്. അമ്മ: പശുവിൻ്റെയും ആടിൻ്റെയും കാര്യമൊക്കെ ഞാൻ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അവൾക്കാ. അവളത്ത് നിങ്ങൾ പോയിട്ട് വേണ്ട പോലെ വീതിച്ചു കൊടുത്തോളും. അതുവരെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ നിന്നോട്ടെ. അമ്മിണി കണ്ണു തുടച്ചു. ഈ അമ്മിണി എന്ന് പറയുന്ന കുട്ടിയാണ് ജാനകി അമ്മയുടെ അകന്ന ബന്ധു. അവളെ പഠിക്കാനൊക്കെ സഹായിക്കുന്നത് ജാനകി അമ്മയാണ്. അതുപോലെ ജാനകി അമ്മയെ വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നതിന് സഹായിക്കുന്നത് അമ്മിണിയാണ്. അപ്പോൾ അമ്മിണിക്ക് ജാനകി അമ്മയോട് നന്ദിയും കടപ്പാടുമുണ്ട്. ആ അമ്മ പോവുകയാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ട് അമ്മിണി കരയുന്നു. അമ്മ: നടക്കുമെന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും കാരണവശാൽ എന്നെ ഈ പുരീടത്തിൽ തന്നെ ദഹിപ്പിക്കാനിടയായാൽ ആ മാവ് തന്നെ വെട്ടണം. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു, അമ്മയുടെ, അതായത് ജാനകി അമ്മയുടെ ഭർത്താവിനെ അടക്കം ചെയ്തിരിക്കുന്നത് അവർ ജീവിക്കുന്ന ആ വീടിന്റെ പുരീടത്തിലാണ്. അവിടെ ഒരു മാവ് നിൽപ്പുണ്ട്. ആ മാവ് വെട്ടി തന്നെ അടക്കം ചെയ്യണം എന്നുള്ളതാണ് അമ്മയുടെ ആഗ്രഹം. ഇനി വൃദ്ധസദനത്തിൽ വെച്ച് താൻ മരിച്ചു പോവുകയാണെങ്കിലും തന്നെ അവിടെ തന്നെ അടക്കം ചെയ്യണം, അല്ലെങ്കിൽ ആ മാവ് വെട്ടി തന്നെ ദഹിപ്പിക്കണം എന്നാണ് ജാനകി അമ്മയുടെ ആഗ്രഹം. അവരുടെ സങ്കല്പത്തിൽ ആ മാവ് എന്ന് പറഞ്ഞാൽ തൻ്റെ മരിച്ചുപോയ ഭർത്താവാണ്. അപ്പം മരണത്തോടു കൂടി അവർ ഒന്നായി ചേരുക, അല്ലെങ്കിൽ അവരുടെ ആത്മാവുകൾ ഒന്നു ചേരുന്നു എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് അമ്മ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. നാരായണൻകുട്ടി അസ്വസ്ഥനായി അംബികയെ നോക്കി. കാറിലേക്ക് കയറാനായി ഡോറിൽ പിടിച്ച് പെട്ടെന്ന് ഓർത്ത പോലെ അമ്മ തിരിഞ്ഞു നിന്നു. അമ്മ: പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാനിപ്പോൾ എങ്ങോട്ടോ പോവാണല്ലോ. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്, പിള്ളാര് പോലും. അപ്പോൾ അമ്മയുടെ പ്രതിഷേധം അമ്മ അറിയിക്കുകയാണ്. നിങ്ങളിപ്പോൾ എന്നെ വളരെ സേഫായിട്ടുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ള എങ്ങോട്ടോ മാറ്റുകയാണെന്നാണല്ലോ ബിന്ദു പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളിനി ഒരിക്കലും എന്നെ കാണാൻ വരരുത്. കുട്ടികളെ കാണിക്കാനായിട്ട് പോലും നിങ്ങളിനി എന്നെ തേടി വരരുത് എന്ന അമ്മ തൻ്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് പോവുകയാണ്. എല്ലാ മുഖങ്ങളിലും ഒരു പകപ്പുണ്ട്. അമ്മ കാറിലേക്ക് കയറിയിരുന്നു. നാരായണൻകുട്ടി ഡോറടച്ചു. അകലെ പശു കരഞ്ഞു. അമ്മ ഞെട്ടലോടെ അവിടേക്ക് നോക്കി. അമ്മയുടെ കാഴ്ചപ്പാടിൽ അകലെ പറമ്പിൽ പശു. അത് നീട്ടിക്കരഞ്ഞു. വേറെ എവിടെ നിന്നോ വേറൊന്നുകൂടി. പത്മരാജന്റെ തിരക്കഥകൾ, പി. പത്മരാജൻ. അമ്മ പോകുന്നതായിട്ട് തിരിച്ചറിഞ്ഞിട്ട് ആ വീട്ടിലെ മിണ്ടാപ്രാണികൾ പോലും കരയുകയാണ്. ഈ ഒരു സന്ദർഭത്തിലൂടെ ചലച്ചിത്രകാരൻ നമ്മോട് പറയാൻ ശ്രമിക്കുന്നത്, ചലച്ചിത്രകാരൻ എന്ന് പറഞ്ഞാൽ സംവിധായകൻ നമ്മോട് പറയാൻ ശ്രമിക്കുന്നത്, ആ വീട്ടിലെ മിണ്ടാപ്രാണികൾക്ക് പോലും മനസ്സിലായി അമ്മയുടെ മനസ്സിൽ എന്താണ്, അല്ലെങ്കിൽ അമ്മയുടെ വിഷമം എന്താണ്, അമ്മയ്ക്ക് അവരുമായും ആ വീടുമായുമുള്ള അടുപ്പം എന്താണ് എന്ന് മിണ്ടാപ്രാണികൾ പോലും തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ അമ്മ പ്രസവിച്ച് പാലൂട്ടി വളർത്ത മക്കൾക്ക് അതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ല. അപ്പോൾ മനുഷ്യരെക്കാളും നന്ദിയുള്ളവരാണ് അമ്മ വളർത്തിയ മൃഗങ്ങൾ എന്നുകൂടിയുള്ള ഒരു സൂചന ഈ ഒരു സീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥയ്ക്ക് ശേഷം അതിന് അനുബന്ധമായി പിന്നെ എന്ന പേരിൽ ഒരു ഭാഗം നൽകിയിട്ടുണ്ട്. സംഭാഷണങ്ങളുടെ രൂപത്തിലുള്ള ഒരു കഥാഭാഗമാണത്. നമുക്കതൊന്ന് വായിച്ചു കേൾക്കാം. പിന്നെ, നിങ്ങൾ എൻ്റെ പിന്നെ കഥ കേട്ടിരിക്കുകയില്ല. ഞാൻ ആ കഥ പറയാം. ആരോഗ്യം, ബുദ്ധിശക്തി, ഉത്കർഷേച്ഛ ഇവയൊക്കെ തികഞ്ഞ ഒരു വിദ്യാർത്ഥി ഒരിക്കൽ ഒരു ലോകവിരക്തന്റെ അടുത്തു ചെന്നു. ഉത്കർഷേച്ഛ എന്ന് പറഞ്ഞാൽ ഉയരാനുള്ള ആഗ്രഹം എന്നാണ് കേട്ടോ. ലോകവിരക്തൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ജീവിതമൊക്കെ മടുത്തു കഴിഞ്ഞ ഒരാൾ, അതിനൊന്നും അർത്ഥമില്ല എന്ന് കരുതുന്ന ഒരാൾ, ഒരു സന്യാസി എന്നർത്ഥം കേട്ടോ. പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ആ പയ്യന്റെ ഭാവിയെപ്പറ്റി എന്തെല്ലാമാണ് വിചാരിച്ചിരിക്കുന്നതെന്ന് സന്യാസി ചോദിച്ചു. ലോകവിരക്തനാണ് സന്യാസി എന്നോർക്കണേ. ഞാൻ പരീക്ഷയിലെല്ലാം ഒന്നാമതായി ജയിക്കും എന്ന് ഔദ്യത്തോടെ ആ കുട്ടി മറുപടി പറഞ്ഞു. സന്യാസി: വളരെ സന്തോഷം. പിന്നെ? വിദ്യാർത്ഥി: പിന്നെ ഞാൻ ഉദ്യോഗത്തിൽ കയറും. സന്യാസി: പിന്നെ? വിദ്യാർത്ഥി: പിന്നെ ഉദ്യോഗം ഭരിക്കും. സന്യാസി: ഭരിച്ചു. പിന്നെ? വിദ്യാർത്ഥി: പിന്നെ ഞാൻ അതിസുന്ദരിയായ ഒരു യുവതിയെ വിവാഹം ചെയ്യും. സന്യാസി: പിന്നെ? വിദ്യാർത്ഥി: അങ്ങനെ സുഖമായി ജീവിക്കും. സന്യാസി: ജീവിച്ചു. പിന്നെ? വിദ്യാർത്ഥി: അങ്ങനെ അങ്ങ് ജീവിക്കുമെന്ന്. സന്യാസി: അതെ, എത്ര കാലം വേണമെങ്കിലും ജീവിച്ചോളൂ. പിന്നെ? വിദ്യാർത്ഥി: പിന്നെ പ്രമോഷനൊക്കെ കിട്ടും, വലിയ ശമ്പളം കിട്ടും. സന്യാസി: പിന്നെ? വിദ്യാർത്ഥി: പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകും, അവരെ ഉത്കൃഷ്ട വിദ്യാഭ്യാസം ചെയ്യിക്കും, അവർക്ക് ഉദ്യോഗങ്ങൾ കിട്ടും. സന്യാസി: പിന്നെ? വിദ്യാർത്ഥി: അങ്ങനെ ഞാൻ അങ്ങ് സുഖിച്ചിരിക്കും. സന്യാസി: അങ്ങനെ സുഖിച്ചിരുന്നു. പിന്നെ? വിദ്യാർത്ഥി: ഞാൻ ഒട്ടധികം സമ്പാദിക്കും, ഒന്നാന്തരം കാർ വാങ്ങും, വലിയ ബംഗ്ലാവുകൾ വയ്ക്കും. സന്യാസി: പിന്നെ? വിദ്യാർത്ഥി: പിന്നെ അങ്ങനെ അങ്ങ് ഇരിക്കുമെന്ന്. സന്യാസി: ഇരുന്നു, സമ്മതിച്ചു. പിന്നെ? വിദ്യാർത്ഥി: പിന്നെ എന്തു പറയാനാണ്? സന്യാസി: പിന്നെ എന്തെന്ന് പറഞ്ഞേച്ചാൽ മതി. ആ പ്രസന്ന മുഖത്തിൽ കാർമേഘത്തിന്റെ ചില അസ്പഷ്ട ലാഞ്ചനകൾ പകർന്നു. ഇളകിക്കൊണ്ടിരുന്ന നേത്രങ്ങൾ അല്പസമയത്തേക്ക് നിശ്ചലങ്ങളായി. എന്നിട്ട് ആ ബാലൻ പറഞ്ഞു: അതെ, ഞാൻ പെൻഷൻ വാങ്ങും. സന്യാസി: കൊള്ളാം. എന്നിട്ട്? വിദ്യാർത്ഥി: എന്നിട്ട് എല്ലാവരുടെയും സുഖം കണ്ടുകൊണ്ട് അങ്ങിരിക്കും. സന്യാസി: പിന്നെ? വിദ്യാർത്ഥി: പിന്നെ സുഖമായി അങ്ങിരിക്കും. സന്യാസി: ഇരുന്നു. പിന്നെ? വിദ്യാർത്ഥി: പിന്നെ? ആ കുമാരന്റെ ശബ്ദമിടറി. അഭേദ്യമായ അന്ധകാര മഹാസാഗരം മുമ്പിൽ തിരതല്ലുന്നതായി അവൻ കണ്ടു. ആ കൂരിരുട്ടിൽ എന്തൊക്കെയോ നീങ്ങുന്നതായും അവ്യക്ത സ്വരങ്ങൾ കേൾക്കുന്നതായും തോന്നി. അലൗകികമായ ശൈത്യം വഹിക്കുന്ന കാറ്റ് കടൽപ്പരപ്പിൽ നിന്നുയർന്നു. തന്റെ ശരീരം ഇളക്കിയെടുക്കുന്നുവെന്ന് സംഭ്രാന്തനായി. അപ്പോഴാണ് അതുവരെ കണ്ട പേക്കിനാവുകളുടെ അപ്പുറത്തായി ഉറച്ചു നിൽക്കുന്ന പരമയാഥാർത്ഥ്യത്തെപ്പറ്റിയുള്ള ചിന്ത ആ പാവത്തിൽ ഉദിച്ചത്. മുഖം വാടി, ദേഹം തളർന്നു. സന്യാസി പറഞ്ഞു: അപ്പോൾ പിന്നെ ഏതോ ഒന്നുണ്ട്. ചിരിയും ചിന്തയും. ഇ വി കൃഷ്ണപിള്ള. എന്താണ് ഈ കഥ കൊണ്ട് ഇ വി കൃഷ്ണപിള്ള ഉദ്ദേശിച്ചത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ വളരെയധികം ഉത്സാഹിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥി, അവന് പഠിച്ച് ജോലിയൊക്കെ വാങ്ങി സുഖമായി ജീവിക്കണം, കല്യാണം കഴിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. അങ്ങനെയുള്ള ഒരുവനോട് ഈ ലോകത്തിൻ്റെ എല്ലാം സൗകര്യങ്ങളും എല്ലാം മടുത്ത ഒരു വ്യക്തിയായ സന്യാസി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്നു. അവൻ അവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ലക്ഷ്യങ്ങളെല്ലാം പറയുന്നു. ആ പറയുന്നതെല്ലാം എന്താണ്? അവൻ്റെ ജീവിതത്തിന് സന്തോഷവും സുഖവും സംതൃപ്തിയും എല്ലാം നൽകുന്ന കാര്യങ്ങളാണ് അവൻ പറയുന്നത്. അപ്പോൾ ഓരോ തവണ പിന്നെ എന്ന് ചോദിക്കുമ്പോഴും അവന് അടുത്ത ഘട്ടം പറയാനുണ്ട്. കാരണം എന്താണ്? ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമാകുന്നില്ല. അതൊക്കെ താൽക്കാലികമായി അവനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതിലേതെങ്കിലും ഒന്ന് അവനെ പൂർണ്ണമായി സന്തോഷിപ്പിച്ചിരുന്നുവെങ്കിൽ പിന്നെ എന്ന് സന്യാസി ചോദിക്കുമ്പോൾ അവന് പറയാൻ ഒന്നും ഉണ്ടാകില്ലായിരുന്നു. പിന്നെ എന്ന് ഓരോ തവണ പറയുമ്പോഴും അവന് അടുത്ത കാര്യം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഒന്നിലും അവൻ തൃപ്തനല്ല എന്നർത്ഥം. അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം പണവും സമ്പാദ്യവും സുഖവും
ഒന്നുമല്ല. അത് തൻ്റെ തന്നെ ജീവിതത്തിൻ്റെ സംതൃപ്തിയാണ്. അതൊരിക്കലും കണ്ടെത്താൻ അവന് കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ ജീവിതം വ്യർത്ഥമാണ് എന്നാണ് സന്യാസി അവനോട് പറഞ്ഞു കൊടുക്കുന്നത്. അടുത്തതായി സിസ്റ്റർ മേരി ബനീജ്ഞ എഴുതിയ ലോകമേ യാത്ര എന്ന കവിതയിൽ നിന്നുള്ള ഒരു ഭാഗം നൽകിയിരിക്കുന്നു. ശ്രദ്ധിക്കാം. ഒരിക്കലീ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. ഇഹത്തിലെ ധനം സുഖം യശസ്സുമാഭിജാത്യവും വഹിച്ചുകൊണ്ടു പോകയില്ല മർത്യനന്ത്യയാത്രയിൽ. അഹന്ത കൊണ്ടഴുക്കുപെട്ടിടാത്ത പുണ്യമൊന്നു താൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും. എന്താണ് സിസ്റ്റർ മേരി ബനീജ്ഞയുടെ കവിത? നമുക്കൊന്ന് അർത്ഥം ഗ്രഹിക്കാൻ ശ്രമിക്കാം. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ. ഒരിക്കൽ ഈ ജഗം, ഈ ലോകത്തെയും ജഡം, നമ്മുടെ ഈ ശരീരത്തെയും വെടിഞ്ഞ് നാം ഈ ലോകത്തിൽ നിന്ന് പോകേണ്ടി വരും. വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ. പറ്റില്ല, ഞാൻ വരില്ല എന്ന് മരണത്തിനോട് നമുക്ക് പറയാൻ കഴിയുകയില്ല. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും അതിർത്തിയെക്കുറിച്ച് ഇവിടെ പറയുന്നു. ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്ക് കടക്കുന്ന അതിർത്തിയിൽ വെച്ച് നാം ജീവിതത്തിൽ സമ്പാദിച്ചതെല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിക്കണം. ബന്ധങ്ങളും സമ്പാദ്യങ്ങളും പണവും എല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ച് നാം പോവുകയാണ്. കാരണം അത് മടക്കമില്ലാത്ത ഒരു യാത്രയാണ്. ഇഹത്തിലെ ധനം സുഖം യശസ്സുമാഭിജാത്യവും വഹിച്ചുകൊണ്ടു പോകയില്ല മർത്യനന്ത്യയാത്രയിൽ. ഇഹം ഭൂമി, ഈ ഭൂമിയിലെ ധനം, സുഖം, പ്രശസ്തി, അഭിമാനം ഒന്നും തന്നെ നമുക്ക് മരിക്കുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. മർത്യൻ, മനുഷ്യന്റെ അന്ത്യയാത്രയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അഹന്ത കൊണ്ട് അഴുക്കുപെട്ടിടാത്ത പുണ്യമൊന്നു താൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും. എന്താണ് പരമെന്ന് പറഞ്ഞാൽ മരണാനന്തരമുള്ള ജീവിതം എന്നർത്ഥം കേട്ടോ. അഹങ്കാരം കൊണ്ട് അഴുക്ക് പറ്റിടാത്ത നമ്മുടെ പുണ്യം, നാം നമ്മുടെ ജീവിതം കൊണ്ട് ചെയ്ത പുണ്യപ്രവർത്തികൾ മാത്രമേ നമുക്ക് പരലോകത്തിലും മരണാനന്തരവും നമുക്ക് പുണ്യമുണ്ടാക്കി തരികയുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഒരു മനുഷ്യൻ ജീവിതം കൊണ്ട് സമ്പാദിക്കുന്ന പണത്തിലോ പ്രശസ്തിയിലോ ഒന്നും തന്നെ കാര്യമില്ലെന്നും അവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തനിക്കും തൻ്റെ സഹജീവികൾക്കും മറ്റു ജീവജാലങ്ങൾക്കും എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമാത്രമാണ് അവൻ്റെ ജീവിതത്തിലെ നേട്ടമെന്നും സിസ്റ്റർ മേരി ബനീജ്ഞ ഓർമ്മിപ്പിക്കുന്നു. ഈ പാഠഭാഗം വളരെ ശ്രദ്ധയോടുകൂടി വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. വിശദമായ റിവിഷന് വേണ്ടി വീഡിയോ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുക. പാഠഭാഗ പ്രവർത്തനങ്ങൾ കൃത്യമായി നോട്ട്ബുക്കിൽ കുറിച്ചെടുത്ത് പഠിക്കാനും ശ്രമിക്കുക. തന്നിരിക്കുന്ന ഉത്തരങ്ങളുടെ മാതൃക വെച്ചുകൊണ്ട് നിങ്ങൾ തന്നെ ഉത്തരങ്ങൾ രൂപീകരിക്കാനും ശ്രമിക്കണം.